പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, സഹോദര സഹോദരിമാരെ, ഈ മോള് ചോദിക്കുന്നത്, നിങ്ങൾ കൊണ്ടൊരു 100 രൂപ കൊടുക്കാൻ പറ്റുമോ ഈ കുടുംബത്തിന്? ഒരിക്കലും നിങ്ങളെ മുമ്പിലേക്ക്, നിങ്ങളെ വീടിന്റെ പടി വാതിക്കൽ ഈ കുടുംബം വരില്ല. ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടി മുട്ടാത്ത വാതിലുകളില്ല, ഇവരെ അപേക്ഷിക്കാത്ത സ്ഥലങ്ങളില്ല. എനിക്കൊരു ആങ്ങളമാരോ ഏട്ടനോ ഇക്കാക്കി ആരും ഇല്ല. ഈ ഉമ്മയും പ്രായമായ ഒരു ഉപ്പയാണ് ഉള്ളത്. എനിവിടെ വീട് വെക്കാൻ കല്ലും പോയി സിമെന്റ് എല്ലാം വേണം. നിങ്ങളെല്ലാവരും സഹായിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുക്കും. ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പ്രദേശത്ത് താമസിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാരുണ്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ കനിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ഇടപെടൽ നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് കിടന്നുറങ്ങുവാനുള്ള ഒരു കൊച്ചു വീട്, ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു കൊച്ചു വീട് ഉണ്ടാക്കാൻ സാധിക്കും. ഈ സഹോദരിക്ക് പേര് 5 സെന്റിൽ കുറച്ച് കുറവാണ്, 5 സെന്റിന്റെ കുറവിൽ ഒരു സ്ഥലം ഇവരെ പേര് അൽഹംദുലില്ലാഹ് ഒരുപാട് കാരുണ്യ മനസ്സുള്ള സഹായത്തോടെ ലഭിച്ചു. ഇനി അങ്ങോട്ട് കല്ലായിട്ടും മണലായിട്ടും പുഴിയായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഐറ്റംസ് വേണം. 10 ലക്ഷം രൂപ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു കൊച്ചു വീട് നിർമ്മിക്കുവാൻ നിങ്ങൾ ആ കാണുന്ന വീഡിയോ കാണുന്ന ഈ സഹോദരിയുടെ നെജ്മ വീട് നിർമ്മാണ സഹായ സമിതിയുടെ അക്കൗണ്ടിലേക്കോ QR കോഡ് മുഖാന്തരമോ ഗൂഗിൾ പേ മുഖാന്തരമോ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ. അടുത്തുള്ള ഒരു കമ്പനിയിൽ ഈ സന്ധ്യാസമയങ്ങളൊക്കെ വിളക്കിന്റെ തിരി പാക്കറ്റ് ചെയ്ത് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് നാളിതുവരെ കഴിഞ്ഞു പോയത്. കുടുംബം വളരെ പ്രയാസത്തിലാണ്. 250 രൂപ മാത്രമേ ഈ സഹോദരി കിട്ടുള്ളൂ. മുൻകാലങ്ങളിൽ പല വീടുകളിലും ഈ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ ബീഡി കമ്പനിയിൽ ബീഡി ചുരുട്ടി വിൽക്കലും എല്ലാവരും കൂടി സഹായിച്ചിട്ട് എനിക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആടെ വീട് വെക്കണമെങ്കിൽ 10 ലക്ഷം ഉറുപ്പ്യ വേണം. അതെല്ലാവരും കൂടി ഒന്നും കൂടി സഹായിച്ചിട്ട് എനിക്ക് വീടെടുക്കാണ്ട് സഹായം ചെയ്തു തരാം. എൻ്റെ മോള് ഭാര്യക്കെത്തിയ മോളായത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങളോട് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സക്കാത്തിന്റെ ഒരു വിഹിതം ഉണ്ടെങ്കിൽ ഒരു കൊച്ചു വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ഉമ്മയും മകളും നമ്മുടെ മുമ്പിലേക്ക് വന്നത്. നമ്മളൊക്കെ സഹായിക്കുന്നവരാണ്, ഒരുപാട് സഹായങ്ങൾ ചൊല്ലുന്നവരാണ്. ഇതിനൊക്കെ പ്രതിഫലം നൽകുന്നവനും എല്ലാം കാണുന്നവനും പടച്ച റബ്ബാണ്. 5 കൊല്ലമായി എൻ്റെ ഭർത്താവ് രോഗിയായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ. 15 വർഷത്തോളം അല്ലേ? വീട്ടിക്കാനോ കഴിയുന്നില്ല. മനോജാട്ടിന് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,20,000 രൂപയും കൂടി ഈ നജ്മാക്ക് ഈ സ്ഥലം കിട്ടണമെങ്കിൽ എന്താക്കണം, കൊടുക്കാൻ. അതിന്റെ ഒരു അവധി പറഞ്ഞിട്ട് നമ്മൾ 2 മാസത്തേക്ക് അവധി ചോദിച്ചുകൊണ്ട് തലചായ്ക്കുവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ നന്മയുള്ള മനുഷ്യൻ ആ 2 ലക്ഷം രൂപക്ക് ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാതെ ഇന്ന് ഒരു സ്ഥലം ഇതാ കൈമാറാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടെ ഓക്കെ. ഇവരെ പാവപ്പെട്ട ഒരു കുടുംബാധിപർ പറഞ്ഞുകൊണ്ട് എൻ്റെ സ്ഥലം ചെറിയ പൈസക്കും കുറച്ച് കടമായിട്ടും കൊടുക്കുകയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഇവർ വീടെടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഇവർ വീടെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കും.